ഒരു സമൂഹത്തിന്റെ പുരോഗതി അതിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. സ്ത്രീകൾക്കുള്ള സമത്വവും സ്വാതന്ത്ര്യവുമാണ് യഥാർത്ഥ വികസനം സാധ്യമാക്കുന്നത്. ബോട്ടണി ഡിപ്പാർട്ട്മെന്റും KSWDC വുമൻസ് സെല്ലിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ സജീന മാമിന് ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്സിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്സിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ബെസ്റ്റ് പോസ്റ്റർ അവാർഡ് ലഭിച്ചു. അപ്പോൾ ഒരു വുമൻ സയന്റിസ്റ്റ് എന്നുള്ള നിലക്ക് അതെങ്ങനെയാണ് മിസ് നോക്കിക്കാണുന്നത്? അതേപോലെ മിസ് എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് മിസ് എങ്ങനെയാണ് മൊത്തത്തിൽ ചെയ്തത്? ബെസ്റ്റ് പോസ്റ്റർ അവാർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്ലോബൽ കോൺഫറൻസ് ഓൺ വിമൺ ഇൻ അഗ്രികൾച്ചർ, അത് 2012 മാർച്ച് 13, 14, 15 തീയതികളിൽ ഡൽഹിയിൽ വെച്ച് നടന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇതിനൊരു 2 മാസം മുന്നേ തൊട്ട് നമ്മൾക്ക് പേപ്പർ ക്ഷണിക്കും അവർ. അപ്പം നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസിനെ കുറിച്ചൊരു അബ്സ്ട്രാക്റ്റ് അയക്കും. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഫുൾ പേപ്പർ അയച്ചു കൊടുക്കും. അങ്ങനെ അതിൽ നിന്ന് 1000-ഓളം പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്ത 300 പേപ്പറുകൾ അവിടെ പ്രസൻറ്റ് ചെയ്യണം. അത് ഗ്ലോബൽ ലെവലിലായിരുന്നു, പല രാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അതവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു 10 പേരടങ്ങിയ നമ്മളുടെ രാജ്യത്തിൽ നിന്നും അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തു നിന്നുമുള്ള പ്രമുഖരായിട്ടുള്ള 10ഓളം സയൻറ്റിസ്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്തതിൽ നിന്ന് ഫസ്റ്റ് 3 പേപ്പേഴ്സ് അവർ സെലക്ട് ചെയ്തതിൽ സെക്കൻഡ് ആയിരുന്നു എൻ്റെത്. അപ്പോൾ അതിന് അവരൊരു റീസൺ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് ഫസ്റ്റ് തന്നെ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ബയാസ്ഡ് ആയി പോകും. അതുകൊണ്ട് ഫസ്റ്റ് ഫിലിപ്പൈൻസിന് കൊടുത്തിട്ട് ഇറി ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സയൻറ്റിസ്റ്റിന് കൊടുത്തിട്ട് സെക്കൻഡ് നമുക്ക് തരികയും തേർഡ് ശ്രീലങ്കയിലെ ഒരു മാമിനുമാണ് കിട്ടിയത്. അങ്ങനെയാണത്. ആ ഒരു അവാർഡിൻ്റെ ഒരു കാര്യം അതാണ്. ഇനി ഈ ആക്ടിവിറ്റീസിലേക്ക് വന്നത്, ഞാൻ 2005 ഒക്ടോബറിലാണ് കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു 8 മാസത്തെ സർവീസ് എന്ന് പറയുന്നത് പാലക്കാട് തിരുവാഴാങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷനുണ്ട്. അവിടെയാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. അത് ഒത്തിരി റിമോട്ടായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു 8 മാസത്തെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് പത്തറ്റിക് സിറ്റുവേഷനാണ്. കാര്യം ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. എൻ്റെ ചെറിയ മോൾക്ക് 1 വയസ്സ്. ഇവിടുന്ന് 5 ബസ് കയറണം ഞാൻ അവിടെ എത്തണമെങ്കിൽ. പോകുന്ന ദിവസം എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം അന്ന് അവിടെ താമസിച്ച് തിരിച്ചാണ്. അപ്പോൾ അവിടെ താമസിക്കുക എന്ന് പറയുന്നത് ഒരു 500 ഏക്കറോളം കണ്ട് ഉള്ളൊരു സ്ഥലത്ത്, കോളേജ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗേറ്റിൽ നിന്ന് ഓഫീസിലേക്ക് 2 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഓട്ടോ അല്ലെങ്കിൽ നടക്കുക, അതേ ഉള്ളൂ. അപ്പം രാവിലെ ഒരു ബസ് കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ ഒരു ബസ്സുള്ളൂ. ആ ബസ് ഗേറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ പിടിക്കണം. അത് കഴിഞ്ഞാൽ ഹോസ്റ്റലെന്ന് പറഞ്ഞാൽ ഒറ്റ ഹോസ്റ്റലുള്ളൂ, അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ആദ്യത്തെ ഒരു 3-4 മാസം എനിക്ക് അറ്റാച്ച്ഡ് റൂം പോലും കിട്ടിയില്ല. അപ്പം രാത്രി ആ ഒരു നോമ്പ് സമയമൊക്കെ ആയിരുന്നു. ആ സമയത്ത് അത്താഴം കഴിക്കാനും പുറത്തിറങ്ങാനും ഒക്കെ പേടി. കാര്യം എൻ്റെ ബാക്കിൽ അട്ടപ്പാടി ഹിൽസാണ്, ബാക്കി വിജനമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആകെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നെ അവിടെ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അതേ ഫീൽഡിൽ കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ ട്രാൻസ്ഫർ കൊടുത്തിട്ടാണ് ഞാൻ 2006 ജൂണിൽ KVKയിൽ കൃഷി വിജ്ഞാന കേന്ദ്രം എന്ന് പറയുന്ന നമ്മുടെ ടെക്നോളജീസിൽ ഫാമിലേക്ക് എത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അവിടേക്ക് ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അസൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് നടത്തുക. അതായത് പാഡി കൾട്ടിവേഷനിൽ, നെല്ല് കൃഷിയിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ ബേസിക്കലി എൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്, ഞാൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ് ബിടെക് ബേസിങ്കിലും എൻ്റെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മണ്ണ് ജല സംരക്ഷണം, സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗിലാണ്. അപ്പോൾ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തായിരിക്കില്ല കൂടുതൽ. അപ്പം എനിക്ക് പക്ഷെ വന്നിരിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ വേറൊരു ഡിസിപ്ലിൻ, വേറൊരു സബ്ജക്റ്റാണ് യന്ത്രവൽക്കരണം. പക്ഷെ ഞാനതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. ഞാനതൊക്കെ പഠിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ട്രെയിനിങ് നടത്തിയപ്പം നമ്മൾ ഈ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിതമായ ട്രെയിനിങ് പ്രോഗ്രാമാണത്. അപ്പോൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രെയിനിങ് കിട്ടുന്നവർക്ക് അതൊരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റണം, നമ്മുടെ വൊക്കേഷണൽ കോഴ്സ് പോലെ. അപ്പോൾ ആ ട്രെയിനിങ്ങിന് വെച്ച് നമ്മൾ ആപ്ലിക്കേഷൻ വിളിച്ചപ്പോൾ 15 പേരിൽ 13 പേരും സ്ത്രീകളായിരുന്നു. 2 പുരുഷന്മാർ വന്നതെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് മെഷീനറി ഉണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കാൻ വേണ്ടി പാടശേഖരങ്ങളിൽ നിന്ന് വന്ന 2 പുരുഷന്മാരുമായിരുന്നു. അപ്പോൾ ഇവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു. ട്രെയിനിങ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി പിറ്റേ ആഴ്ച തൊട്ട് അവരെ ചില പാടശേഖരങ്ങൾ
കൊയ്യുന്ന യന്ത്രം, നെല്ല് കൊയ്യുന്ന യന്ത്രത്തിലാണ് ട്രെയിനിങ് കൊടുത്തത്. ഇത് 2006 6, 7 ആ സമയത്ത്. അപ്പോഴവർക്ക് യന്ത്രം കൊയ്യാനായിട്ട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്കും ഭയങ്കര താല്പര്യമായി, എനിക്കും അതൊരു പ്രചോദനമായി. അവർക്ക് വരുമാനം ഒരു ദിവസം പോയാൽ അന്ന് 200 രൂപ 250 രൂപയൊക്കെ കിട്ടും. അപ്പം നമ്മൾ അടുത്തൊരു മെഷീനിലും കൂടെ ട്രെയിനിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു, നടീൽ യന്ത്രം. അന്നേരം നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് വെച്ചു. അതിൻ്റെ പ്രോജക്റ്റ് സാങ്ഷൻ ആയപ്പോൾ നമ്മളൊരു നടീൽ യന്ത്രം വാങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ അത് ആ ഒരു മെഷീൻ നമ്മൾ വാങ്ങുമ്പം നമുക്ക് പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത്. മേജർ പാർട്സ് ഒക്കെ അസംബിൾ ചെയ്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്യണം. അപ്പോൾ ആ കമ്പനിക്കാർ വന്ന് നമുക്ക് അസംബിൾ ചെയ്ത് തരാം. അപ്പം തന്നെ ഞാൻ ഇവരെയും വിളിച്ചു, ഇവർക്കും ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ട് അവരുടെ സാന്നിധ്യത്തിൽ അവരെയും കൂടെ പഠിപ്പിച്ചുകൊണ്ട് അത് അസംബിൾ ചെയ്തു. അപ്പം നെല്ലിയന്ത്രത്തിൻ്റെ ഇത് ചെയ്യുമ്പം നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിന് ഞാറ്റടി ഉണ്ടാക്കുക, അതെല്ലാം പഠിപ്പിക്കണം. അപ്പം അതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. നമ്മളവർക്ക് അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മലപ്പുറത്ത് ഒരു ഹരിത മലപ്പുറം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ. അപ്പോൾ അതിൽ ഇതിൻ്റെ സക്സസ് കണ്ടപ്പോൾ അവർ ഇതേപോലെ എല്ലാ ബ്ലോക്കിലും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഈ ഞങ്ങളുണ്ടാക്കിയ ഗ്രൂപ്പിന് അന്നേരം ഞങ്ങൾ SHG ആയിട്ട് ജില്ലാ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കൃഷി സഹായം എന്നൊരു പേരും കൊടുത്തു. അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു 14 ബ്ലോക്കിൽ നമ്മൾ ഓരോ ഗ്രൂപ്പിനെ ഇതുപോലെ ട്രെയിൻ ചെയ്തെടുത്തു. അപ്പോൾ അവർക്കും വർക്കുകൾ കിട്ടി. അവർക്ക് തന്നെ ജില്ലാ പഞ്ചായത്ത് തന്നെ 3 ലക്ഷം രൂപ വരെ വിലയുള്ള യന്ത്രങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആണെന്ന് വെച്ചാൽ അവർക്കിത് വർക്ക് ചെയ്ത്, പഞ്ചായത്തിൻ്റെ ആയിരിക്കും മെഷീൻ, പക്ഷെ ഇവർക്കത് കൊണ്ടുപോയി വർക്ക് ചെയ്ത് അതിലൊരു വരുമാനം ഇവർക്കും എടുക്കാം. അപ്പം അത് നല്ല സക്സസ് ആയി. ഏതാണ്ട് 1200ഓളം ഹെക്ടർ സ്ഥലത്ത് നമുക്ക് യന്ത്രവൽകൃത നെൽകൃഷി അഡോപ്റ്റ് ചെയ്യാൻ പറ്റി ജില്ലയിൽ. അപ്പം ഇത് നമ്മുടെ സാറ് നമ്മുടെ KVK എല്ലാ വർഷവും ആനുവൽ റിവ്യൂ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം എല്ലാ നമ്മുടെ സൗത്ത് സോണിലെ സദേൺ സ്റ്റേറ്റിലെ എല്ലാവരും കൂടെ ഒന്നിച്ച്, അതുപോലെ നാഷണൽ ലെവലിലും ഒക്കെ ഉണ്ടാവും. അപ്പം അവിടെയൊക്കെ നമ്മളുടെ KVKയുടെ ഹെഡ് അത് പ്രസൻറ്റ് ചെയ്ത്, അപ്പം മറ്റുള്ളവർ അതിനകത്ത് അട്രാക്ട് ആയി. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വലിയ ടീംസ് ഇത് എങ്ങനെയാണെന്ന് പഠിക്കാനൊക്കെ നമ്മുടെ കേരളത്തിലോട്ട് തവനൂർ KVKയിലോട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്തു. അത് ഞാൻ പോസ്റ്റർ പ്രസൻറ്റ് ചെയ്തത് കുറച്ച് അട്രാക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കിട്ടുമെന്ന്. അപ്പോൾ 13-ാം തീയതിയാണ് ഇവാലുവേഷൻ. 13-ാം തീയതി കോൺഫറൻസ് തുടങ്ങി, 14-ാം തീയതി ആയിരുന്നു ഇവാലുവേഷൻ. 15-ന് രാവിലെ കോൺഫറൻസിന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, പിന്നെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കാണ് ബെസ്റ്റ് പോസ്റ്റർ അവാർഡുണ്ട്, വൈകുന്നേരം ഇവിടെ ഉണ്ടാവണം, അതിന് ട്രയലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കോൺഫറൻസിന് ചെല്ലുമ്പം പറഞ്ഞിരുന്ന ഉദ്ഘാടനം പ്രസിഡൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു, ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പം നമ്മൾ ചെല്ലുമ്പോഴേ അവിടെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ അവിടുത്തെ പുസ ക്യാമ്പസിൻ്റെ അടുത്തുള്ള ഒരു വലിയ അഗ്രികൾച്ചറിൻ്റെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. പക്ഷെ പിന്നെ പെട്ടെന്ന് പരിപാടി മാറി. ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നത് വാൽഡിട്രിക്കാണെന്നും ഉദ്ഘാടനം അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത് ആയിരുന്നു. അപ്പം അതിൽ വെച്ചിട്ട് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം അവിടെ അതൊരു ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതാണ് ആ അവാർഡിലേക്കുള്ള എൻ്റെ ഒരു യാത്ര. മിസ് കർഷകരുമായിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടാവും. അപ്പം അവരുടെ കൂടെ പ്രവർത്തിക്കുന്നതിൽ മിസ്സിന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ഞങ്ങളോട് ഷെയർ ചെയ്യൂ. കർഷകരോടുള്ള ഓരോ അനുഭവം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ നല്ല ഓർമ്മകളാണ്. കാര്യം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കാര്യം പറയുകയാണെങ്കിൽ കർഷകർ, നമ്മൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും പരാതി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നമ്മൾ കാണുന്ന പോലത്തെ ഒരു അപ്രോച്ച് അല്ല അവർക്ക് നമ്മളോടുള്ളത്. പിന്നെ ഞാൻ ഈ മേഖലയിലേക്ക് വന്ന് ഈ പ്രവർത്തനം തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ടെക്നോളജികൾ വളർന്നു വരുന്നതേ ഉള്ളൂ, ഇന്നത്തെ ഒരു അവസ്ഥയല്ല അന്ന്. അപ്പം നമ്മളിപ്പോൾ ഒരു യന്ത്രം കൊണ്ടുപോയിട്ട് അവർക്കൊരു ഫീൽഡിൽ പ്ലൗ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നെല്ല് കൊയ്യാൻ സമയമാകുമ്പോൾ അവർക്ക് കൊയ്യാൻ ആളെ കിട്ടാതാകുമ്പോൾ ഒന്ന് കൊയ്ത് കൊടുക്കാനുള്ളൊരു സഹായം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ നട്ടു കൊടുക്കുക എന്ന് പറയുമ്പം അവർക്കതൊരു വലിയ കാര്യമാണ്. അപ്പം അവർ തിരിച്ചു തരുന്ന സ്നേഹം എന്ന് പറയുന്നത് ഒരു ഭയങ്കര അനുഭവമാണ്. അപ്പോൾ അവർ പിന്നെ നമ്മളെ കാണുന്നത് അവരുടെ വീട്ടിലെ ഒരാളെ പോലെ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പോയിട്ട് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം, മാഡം ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വണ്ടിയിലോട്ട് ഇടട്ടെ, അല്ലെങ്കിൽ ഞാൻ അതെടുത്ത് തരട്ടെ, ഞാൻ ഇതെടുത്ത് തരട്ടെ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മളെ എങ്ങനെ സന്തോഷിപ്പിക്കണം. ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇതൊന്നും മേടിച്ചുകൂടാ, എനിക്ക് തേങ്ങ ഒന്നും വേണ്ട, ഒന്നാമത് ഇത് ഓഫീസ് വണ്ടിയാണ്, അപ്പം അങ്ങനെയൊന്നും ചെയ്തുകൂടാ, നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ മതി, നമ്മളുടെ ഡ്യൂട്ടിയെ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്ന് പറയും.
പിന്നെ അതുപോലെ ഭയങ്കര ഒരു സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞിട്ട്. ഈ തെങ്ങ് കയറാൻ ആൾക്കാരെ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു 2009 ആ കാലഘട്ടത്തിൽ. ആ സമയത്ത് 6 മാസം കൂടുമ്പം പോലും തെങ്ങ് കയറാൻ ആളെ കിട്ടാതെ വരുന്ന ഒരു സമയത്ത് ആണ് ഈ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ഈ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അപ്പോൾ അത് KVKയിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ കോഴ്സ് കോർഡിനേറ്ററായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ്, അപ്പം 40 വയസ്സിൽ താഴെയുള്ള യുവാക്കളെയാണ് നമ്മൾ ട്രെയിനിങ് വെച്ചത്. അപ്പോൾ ഒരു 1 വീക്ക് അവിടെ വെച്ച് നടത്തുന്ന ട്രെയിനിങ്. അപ്പോൾ രാവിലെ യോഗ തൊട്ട് തുടങ്ങും, കാര്യം തെങ്ങ് കയറാണല്ലോ. അപ്പോൾ 6 മണിക്ക് യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് യോഗ മാസ്റ്ററൊക്കെ വെച്ച്, അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് തിയറി കാര്യങ്ങൾ, അത് കഴിഞ്ഞ് അവർ തെങ്ങ് കയറാൻ പഠിപ്പിക്കും. തെങ്ങിൻ്റെ എല്ലാ ആസ്പെക്ട്സും തെങ്ങിൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് എടുക്കുന്നത്, ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് ട്രീ എന്നാണ്. പോളിനേഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുക, പിന്നെ എങ്ങനെ നനയ്ക്കാം, എങ്ങനെ സീഡ്ലിങ്സ് ഉണ്ടാക്കാം, എങ്ങനെ തേങ്ങ വിത്ത് തിരഞ്ഞെടുക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനോടൊപ്പം തെങ്ങ് കയറാനും പഠിപ്പിക്കും. അവസാനം നമ്മളൊരു മത്സരം നടത്തി പെട്ടെന്ന് കയറുന്നവർക്ക് ഒരു ക്യാഷ് പ്രൈസും ഒക്കെ കൊടുക്കും. അപ്പോൾ ഇതിൽ ആദ്യം ആപ്ലിക്കേഷൻ വിളിച്ചപ്പോൾ വന്നതെല്ലാം 40. പക്ഷെ ഒരാളുണ്ടായിരുന്നു, ആൾക്ക് 47 വയസ്സായി, ഓട്ടോ ഓടിക്കുകയാണ്, ഒത്തിരി ദാരിദ്ര്യമൊക്കെ ഉണ്ട്. അപ്പം എന്നെ കൂടെ എടുക്കുമോ ടീച്ചറേന്ന് ചോദിച്ച് വന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കായിട്ട് പറ്റില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു പോട്ടെ, ഇരുന്നോട്ടെ, അദ്ദേഹത്തിന് അത്രയും താല്പര്യത്തോടെ വന്നില്ലേ എന്ന്. അപ്പോൾ പുള്ളിക്ക് അന്ന് ഒത്തിരി കടങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ട്രെയിനിങ് കഴിഞ്ഞു അദ്ദേഹം ഓട്ടോ 11 മണി വരെ തെങ്ങ് കയറാൻ പോവും, അത് കഴിഞ്ഞിട്ട് ഓട്ടോ ഓടിക്കാൻ പോകും. രാവിലെ ഒരു 50 തെങ്ങിൽ കയറിയാൽ തന്നെ അന്ന് 30 രൂപ വെച്ച് കിട്ടും ഒരു തെങ്ങിന്. അപ്പോൾ ഒരു നല്ലൊരു സംഖ്യ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞൊരു 5-6 മാസം കഴിഞ്ഞപ്പം വന്നിട്ട് വന്ന് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, എൻ്റെ കടങ്ങൾ എനിക്കിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു. മാഡം കാരണമാണ് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ കിട്ടിയത്. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഗൾഫിൽ നിന്ന് വിസ ഇതാവാതെ സ്പോൺസർ പറ്റിച്ചിട്ട് കയറ്റിവിടുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ബോംബെയിലേക്ക് കയറ്റിവിട്ടിട്ട് ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പൈസ ഇല്ലാതെ കള്ളവണ്ടി അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെ എന്തോ വന്നിട്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നൊരാളുണ്ടായിരുന്നു. ആളും ഇതേപോലെ പിന്നെ ഈ മേഖലയിൽ നിന്ന് നന്നായിട്ട് കാശ് വരുമാനമായി, പിന്നെ കോഴി ഫാമൊക്കെ തുടങ്ങി അതിനോടൊപ്പം തന്നെ അങ്ങനെ വളരെ സക്സസ് ആയിട്ട് നമ്മളെ ഇടയ്ക്ക് എനിക്ക് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ആൾ ഇപ്പോഴും എന്നെ കാണാൻ വരും. തവനൂർ ഭാഗത്തൂടെ എവിടെ നിന്ന് പോയാലും, മലപ്പുറത്ത് കോട്ടയ്ക്കൽ ആ ഭാഗത്താണ്, തവനൂർ ഭാഗത്ത് എവിടെ വന്നാലും ഇപ്പോഴും എന്നെ കാണാൻ വരും. അതൊക്കെ ഒരു വലിയ എന്താ പറയുക, നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നില്ലേ, നമ്മൾ കാരണം രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് ജലസംരക്ഷണ പദ്ധതികളും അതുപോലെ മൈക്രോ ഇറിഗേഷൻ പദ്ധതികളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ എങ്ങനെയാണ് അവരെ കൃഷിയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്? അതിനെ മിസ് എങ്ങനെ നോക്കി കാണുന്നു? നമ്മൾ ജലസംരക്ഷണ മാർഗങ്ങളായിട്ട് പറയുമ്പം നമ്മൾ കർഷകരോട് തെങ്ങിൻ തടത്തിൽ തൊണ്ടെടുക്കാൻ പറയാറുണ്ട്. അങ്ങനത്തെ അതിന് ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ ചെയ്യാം. പിന്നെ ഇന്ന് അനുയോജ്യമായ സ്ഥലത്ത് മഴക്കുഴികൾ എടുപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പം തെങ്ങുകളുടെ ഈൽഡ്, അതായത് ഒരു തെങ്ങിൽ നിന്ന് ഒരു വർഷം 80 മുതൽ 120 തേങ്ങ വരെ കിട്ടും. അത് 40 തേങ്ങയിലൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അത് അത്രത്തോളം തേങ്ങ ഈൽഡ് കൂടുന്നതും, അതുപോലെ എപ്പോഴും ഈർപ്പം, അതുപോലെ മഴക്കാലമാകുമ്പം ഈ വേനൽക്കാലമാകുമ്പം വെള്ളം കിട്ടാതെ ഓല ഇടിയുന്ന, മണ്ട ഇടിയുന്ന, ഓലമടൽ ഇടിയുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ ഒഴിവായി കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ കർഷകർ ചെയ്യുമ്പോൾ കർഷകർക്ക് അതുപോലുള്ള മെച്ചങ്ങളുണ്ടാവും. അതുപോലെ നമ്മൾ ഇറിഗേഷൻ കൊടുക്കുമ്പം ഡ്രിപ്പിൻ്റെയോ സ്പ്രിംഗ്ലറിൻ്റെയൊക്കെ ഡെമോ കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ കൂടെ ഇപ്പോൾ വാഴയൊക്കെ കൊടുത്തിട്ടുള്ളപ്പം വാഴയുടെ ഇടയിൽ അവർ പച്ചക്കറി ചെയ്യും, ചീരയിടും, എന്തായാലും തടം നനയുമല്ലേ. അപ്പം അവർക്കൊരു അധിക വരുമാനമാണ്. അപ്പം അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരേ സ്ഥലത്ത് ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ കൂടെ സബായിട്ട് വേറെയും കുറേ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടും. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന കർഷകരുമുണ്ട്. മാം ഇപ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങൾ പറഞ്ഞു. അതേപോലെ ഇപ്പോൾ ഒരു വുമൻ സയന്റിസ്റ്റ് അല്ലെങ്കിൽ വുമൻ അക്കാദമിഷ്യൻ അല്ലെങ്കിൽ ഒരു വുമൻ ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ മിഷനറീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന വുമൻസ് പൊതുവെ കുറവായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ മിസ്സിന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരു സ്ത്രീ എന്ന നിലയിൽ അങ്ങനെ മെഷീനറി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ആ മേഖലയിലോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല.
പിന്നെ നമ്മളെ എപ്പോഴും സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മളെ പിറകോട്ട് വലിക്കുന്ന ഒന്ന് നമ്മുടെ കുടുംബമാണ്. അപ്പം പിന്നെ നമ്മൾക്ക് കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ, ഈ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ ഫീൽഡ് ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം. നമുക്ക് 10 മണിക്ക് പോയി 5 മണിക്ക് തിരിച്ചു വരിക, അല്ലെങ്കിൽ 9 മണിക്ക് പോയിട്ട് 4 മണിക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു ടൈം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ രാവിലെ 7:30ക്ക് പോകേണ്ടി വരും, ചിലപ്പോൾ വരുമ്പോൾ 8 മണിയാവും, 9 മണിയാവും. അപ്പം അവിടെ നമ്മളുടെ ഫാമിലിയുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കുട്ടികളെ നമ്മൾക്ക് നോക്കാൻ ആരുണ്ട് എന്നുള്ളതുള്ളൊരു ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം എൻ്റെ ഹസ്ബൻഡും കുറച്ച് തിരക്കുണ്ടാവും. അപ്പം നമ്മളെ കുട്ടികൾ ഒറ്റയ്ക്കാണെന്നുള്ള ടെൻഷൻ അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ അതൊക്കെ എൻ്റെ സൈഡിൽ കൂടെ അങ്ങ് നടക്കും എന്നുള്ള രീതിയിൽ പോയാൽ അതൊന്നും നമുക്ക് എന്തും നമ്മുടെ മനസ്സിൻ്റെ ഒരു തീരുമാനമാണ്. ഇപ്പം എന്നെ കാണാൻ വരുന്ന പലരും പഠിച്ചിട്ടും ഒക്കെ ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, കുട്ടിയെ നോക്കും, കുട്ടി ചെറുതായോണ്ടാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, കുട്ടി ചെറുതായി അങ്ങ് വലുതാവും, പക്ഷേ നമ്മളുടെ അവസരങ്ങൾ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായല്ലേ? അപ്പം നമ്മൾ കുട്ടി വലുതായിട്ട് നമ്മളൊരു അവസരത്തിന് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവസരം, കാര്യം കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പിൻഗാമികളായിട്ട് വരുന്നവർ അതിനേക്കാളും വലിയ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളവിടെ താഴ്ന്നു പോകും, നമ്മൾ വിചാരിക്കുന്ന ഒരു അവസരം കിട്ടാതായി പോകും. പക്ഷെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് കുട്ടികളും അതിനോടൊപ്പം അങ്ങ് വളരും. ഞാൻ PhD പഠിക്കുമ്പം 16 കോഴ്സ് പഠിക്കണമായിരുന്നു. 40ാമത്തെ വയസ്സിലാണ് ഞാൻ PhD എടുക്കുന്നത്. കാര്യം അന്ന് കേരളത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങിൻ്റെ PhD ഇല്ല. തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലോ പോകണം. അപ്പം എൻ്റെ മക്കൾ രണ്ടും ചെറുതാണ്, അവർ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയി നിന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ PhD പോകാതെ ലേറ്റായി വന്നു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ PhD തുടങ്ങിയ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ മോള് 10ാം ക്ലാസ്സിലായി, മൂത്താള്. അവളുടെ 10ാം ക്ലാസ്സിലെ എക്സാമും എൻ്റെ PhDയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമും ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പഠിച്ചെഴുതി. അപ്പോൾ എനിക്ക് എൻ്റെ മോള് 10ാം ക്ലാസ്സിലാണ്, എനിക്ക് അവളെ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് ജോയിൻ ചെയ്യാതിരുന്നെങ്കിൽ ഞാനിപ്പം കഴിഞ്ഞ ദിവസം പ്രൊഫസറിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് ഇപ്പം ഉടനെ തന്നെ ഞാൻ പ്രൊഫസറായി. ഞാൻ 2022 പ്രൊഫസർ ആവേണ്ട യൂണിവേഴ്സിറ്റി ക്യാപ്പ് ഈ പ്രൊമോഷൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ പ്രോസസ്സ് വൈകിയത് കാരണം, പക്ഷെ ഇപ്പോൾ പ്രോസസ്സ് കഴിഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ പ്രൊഫസറാണ്. അപ്പം ഞാൻ ഇവിടം വരെ എത്തത്തില്ല. മനസ്സിലായില്ലേ? PhD വൈകുമ്പോൾ നമ്മളുടെ കരിയറിൻ്റെ മറ്റൊരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷെ ഞാനതങ്ങ് റിസ്ക് എടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും ഫാമിലിയുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായതുകൊണ്ട് അത് ഞാൻ ചെയ്തു. മോളും പഠിച്ചു പോയി. അവൾ +2 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ആയപ്പോഴത്തേനാണ് ഞാനും PhDയുടെ ഫൈനൽ തീസിസ് സബ്മിഷൻ ആവുന്നത്. അവളുടെ +2ൻ്റെ എക്സാമും എൻ്റെ PhDയുടെ അവസാനമൊക്കെ ഒരുപോലെ ആയിരുന്നു. അവൾ പറഞ്ഞു, ഉമ്മയും ഞാനും ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന രസമുണ്ട് പഠിക്കാൻ, ഞാനൊരു സൈഡിൽ നിന്ന് പഠിക്കുന്നു, അവൾ വേറൊരു സൈഡിൽ നിന്ന് പഠിക്കുന്നു. അപ്പം അങ്ങനെ അങ്ങ് പോയി. ഇപ്പം അവൾ അവളുടെ ലെവലിലും മെച്ചപ്പെട്ടു, എനിക്ക് എൻ്റെ കരിയറിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ നമ്മൾ റിസ്ക് എടുക്കണം കുറച്ച് കാര്യങ്ങളിൽ. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്കത് പറ്റുമോ ഇല്ല. മറ്റുള്ളവർ പറയാം. എൻ്റെ അടുത്ത് എൻ്റെ കുടുംബക്കാർ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഈ പഠിത്തം അവസാനിപ്പിക്കാറായില്ലേ, എന്ന് നോക്കിയാലും നീ പഠിത്തമാണല്ലോ. അത് ചോദിക്കുന്നവർ ചോദിക്കും. മനസ്സിലായല്ലേ? നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേഖലകളിലേക്ക് സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഗവൺമെന്റിന്റെ ഒരു പിന്തുണ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സൗകര്യങ്ങളും സഹായങ്ങളും എന്തൊക്കെ പിന്തുണകളുമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് എന്നുള്ള മിസ്സിന്റെ ഒരു സജഷൻ ഒന്ന് പറഞ്ഞു തരും. അത്യാവശ്യം ഇപ്പം നമുക്കൊരു എന്താ പറയുക, പ്രോജക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ഫണ്ട് റിലീസ് ചെയ്യാനുള്ള പല ഏജൻസികളും ഉണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇതാണ്. പിന്നെ ഇവിടെയൊക്കെ പറയുമ്പോൾ പ്രോഗ്രാമുകളില്ലാത്തതോ അല്ലെങ്കിൽ ഏജൻസികളില്ലാത്തതിനേക്കാളുപരി അവിടെയൊക്കെ കുറച്ച് ബയാസ്ഡ് ഉണ്ടോ സംശയമുണ്ട്. കുറച്ച് പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് പക്ഷെ കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടെത്തി ചെന്നാലും നമ്മൾ തഴയപ്പെട്ടേക്കാം. അത് പക്ഷെ നമ്മളവിടെ തോറ്റു പോകരുത്. നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും അതിനുവേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എക്സൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം ഹയർ സ്റ്റഡീസിനൊക്കെ ഇപ്പോൾ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖല, കാർഷിക സയൻസിനായാലും കാർഷിക എഞ്ചിനീയറിങ്ങിനായാലും കാർഷിക സർവകലാശാലയിൽ, കേരള കാർഷിക സർവകലാശാലയിൽ തന്നെ
സീറ്റുകളും അതിനുള്ള പദ്ധതികളും അതിനുള്ള ഫണ്ടും ഇപ്പം തീസിസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ PG തീസിസിന് 40,000 രൂപയും PhD തീസിസിന് 1,00,000 റുപ്പീസ് വരെ ഫണ്ടുണ്ട്, റിസർച്ച് ഫണ്ട്. പിന്നെ നമുക്ക് അതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഏജൻസികൾക്ക് അല്ലെങ്കിൽ ഇപ്പം RKVY അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, പിന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, അങ്ങനത്തെ ഉള്ള ഏജൻസികൾക്ക് നമുക്ക് പ്രപ്പോസലുകൾ, റിസർച്ച് പ്രപ്പോസലുകളോ ഒക്കെ വെച്ചിട്ട് ഫണ്ട് നമുക്ക് ചോദിച്ചെടുക്കാം. അത് പിന്നെ അവിടെയും നമ്മൾക്കൊരു ഗൈഡ് ഉണ്ടാവും. ഗൈഡിന്റെ താല്പര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷന്റെ താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഡിപ്പെൻസ് ആണ്. കുറച്ച് അവിടെ നമ്മുടെ ലക്ക് വരും. പിന്നെ കുറച്ച് നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു, നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസലിന്റെ നിലവാരം എങ്ങനെയുണ്ട്, പിന്നെ അതിനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഗൈഡും ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ്സും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവരാരും നമുക്ക് ഒരിക്കലും ഒരു ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെ വരാറില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ അങ്ങനത്തെ ചില എന്താ പറയുക കോൺട്രവേഴ്സികൾ വരാറുണ്ട്, ചില ബയാസുകൾ വരാറുണ്ടെങ്കിൽ പോലും ഒരു 90% നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. പിന്നെ നമുക്ക് പുറത്തെ സ്കോളർഷിപ്പുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനൊക്കെ പക്ഷെ നമ്മൾ കണ്ടെത്തി എടുക്കണം. ഇപ്പോൾ റിസർച്ച് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മിസ് ടീച്ചിങ് ഫീൽഡ് ഉണ്ട്, പിന്നെ അതേപോലെ മിസ്സിന്റെ ഫാമിലി ലൈഫ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ മിസ് എന്തൊക്കെ മാർഗമാണ് ചെയ്തത്? ഞാൻ കരിയർ ഓറിയന്റഡ് ആണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ ഫാമിലിയുടേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ചിലവർ ഫാമിലി എന്ന് പറഞ്ഞ കരിയർ തീരെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും. ചിലവർ കരിയർ എന്ന് പറഞ്ഞ ഫാമിലിയെ നമ്മൾ തീരെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ അവിടെ ഒരു ടൈം ടേബിൾ വെക്കുക. അപ്പം പിന്നെ അതിന് നമുക്ക് സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിയുന്നതും ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുവരില്ല. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കൂടുതൽ, ചിലപ്പം 5 മണിക്ക് ഇറങ്ങേണ്ട ഞാൻ ചിലപ്പോൾ 6 മണിക്ക് 6:30 ഇറങ്ങും, ചെയ്ത് തീർക്കേണ്ടത് തീർത്ത്. പക്ഷെ ആ ഫയലും കൊണ്ട് വീട്ടിൽ വരില്ല. ഇപ്പം കുട്ടികളുണ്ടെങ്കിൽ അത് ഞാൻ അവിടെ നിന്ന് തന്നെ തീർത്തിട്ട് ഇല്ലെങ്കിൽ പിറ്റേന്ന് പോയിട്ട് ചെയ്യും. പക്ഷെ ചില അവസരങ്ങളിൽ നമുക്കത് പറ്റാതെയും വരും. അപ്പം നാളെ രാവിലെ 9 മണിക്കൊരു ക്ലാസ് ഉണ്ട്, ഇന്ന് എനിക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കൊണ്ടുവന്നേ പറ്റും. അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ അഥവാ കുറച്ച് ലേറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മൾ വൈകിയാലും നമുക്ക് അതൊരു പ്രശ്നമായിട്ട്. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് രണ്ടുപേരും, എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും വീട്ടിൽ നിന്ന് മാറി ഇവിടെ താമസിക്കുന്നുണ്ട്. വേറെ ആരോടും അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റാരോടും നമുക്കൊരു അവരെ അഭിമുഖീകരിക്കാനോ അവർക്ക് ആൻസർ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. എന്ത് വൈകി എന്ത് തരാൻ, ഞങ്ങൾ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് മതി. അത് പിന്നെ കരിയർ വൈസ് ആ അണ്ടർസ്റ്റാൻഡിങ് നന്നായിട്ടുണ്ട്. രണ്ടുപേരും ഒരേ ഫീൽഡിൽ ഒരേ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാവും. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ രണ്ടുപേരും തിരക്കായി പോകുമ്പോൾ നമുക്ക് ആരെങ്കിലും ഏൽപ്പിക്കാനൊക്കെ ചുറ്റും ആൾക്കാർ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു കരിയറിൻ്റെ ഒരു ആദ്യത്തെ 10 വർഷത്തോളം ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നു കോളേജിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ സേഫായിരുന്നു. കോളേജിനുള്ളിൽ കോളേജിൽ സെക്യൂരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കള്ളന്മാരല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ അന്നും കുട്ടികൾ ചെറുതാണ്, പിന്നെ അതൊക്കെ മാനേജ് ചെയ്ത് പോയി. മിസ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണല്ലോ, അപ്പോൾ ഈ മേഖല തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മിസ്സിന് പ്രചോദനമായ കാര്യങ്ങൾ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊല്ലം ടൗണിൽ സിറ്റിയിലാണ് ജനിച്ചു വളർന്നത്. പക്ഷെ എൻ്റെ മദറിൻ്റെ നാടെന്ന് പറഞ്ഞാൽ കടയ്ക്കൽ, കുറച്ച് ഗ്രാമപ്രദേശമാണ്. അപ്പം അവിടെ പോകുമ്പോൾ ഈ നെല്ലും കൃഷിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു അല്ല, അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് എൻട്രൻസ് ചെയ്യുമ്പോൾ അന്ന് എൻ്റെ മാതാപിതാക്കൾ അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഫാദർ അന്നത്തെ 10ാം ക്ലാസ് ജയിച്ച ആളാണ്. പക്ഷെ മദർ ഹൈസ്കൂൾ ലെവലിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. പക്ഷെ അവർക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് മദർ നമ്മളെ പഠിപ്പിക്കണം എന്ന് ഭയങ്കര എനിക്കൊക്കെ നല്ല ഹാൻഡ് റൈറ്റിംഗ് അമ്മയുടെ, പഠിപ്പ് കുറവാണെങ്കിൽ. അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് നോട്ട് എഴുതിക്കൊണ്ട് വന്നാലും വീട്ടിൽ വന്നിട്ട് അത് ഒന്നും കൂടെ ഉമ്മ നല്ല ഉരുട്ടി എഴുതിയൊക്കെ തരുമായിരുന്നു. അപ്പം അങ്ങനെ ചെറുപ്പത്തിലേ നമുക്കൊരു ബേസിനെ പഠിച്ചാൽ പഠിപ്പിക്കാൻ എന്നുള്ള ഒരു താല്പര്യം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം എൻട്രൻസ് എഴുതാനായിട്ട് അപേക്ഷിക്കണം എന്നുള്ള രീതി. അപ്പം എൻ്റെ ഫ്രണ്ട്സ്, എനിക്കന്ന് വീട്ടിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിരുന്നവരുടെ നോട്ട് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അന്നേരം കിട്ടിയപ്പോൾ അന്ന് പേപ്പറിലാണ് റിസൾട്ട് വരിക. അത്രയും ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഷീറ്റിൽ വരാവുന്ന അത്രയും
നമ്പർ ഓഫ് സീറ്റ്സേ ഉള്ളൂ അന്ന്. ആകെ 5 എഞ്ചിനീയർ. അന്ന് ഞാൻ പഠിച്ചിറങ്ങുന്നതിൻ്റെ പിറ്റേ വർഷമാണ് കേരളത്തിലെ ആദ്യത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജായ MES സ്റ്റാർട്ട് ചെയ്യുന്നത്. വളാഞ്ചേരി കുറ്റിപ്രാവ് ഭാഗത്തായിരുന്നു അവരൊരു ചെറിയ ബിൽഡിങ്ങിലാണ് MES കോളേജ് തുടങ്ങുന്നത്. അന്നേരം അതിൽ പേപ്പറിൽ നമ്പർ വന്ന് കണ്ടപ്പം എല്ലാവർക്കും അതൊരു സന്തോഷമായി. പക്ഷേ ഇത്രയും ദൂരം വിട്ട് പഠിപ്പിക്കുക എന്നുള്ളതൊരു പ്രശ്നമായിരുന്നു. പക്ഷെ എന്നാലും അതിന് തയ്യാറെടുത്ത എൻ്റെ ഉമ്മയും വാപ്പയൊക്കെയാണ് ആദ്യത്തെ എൻ്റെ എന്താ പറയുക കടപ്പാടും നന്ദിയും എല്ലാം ഇരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്ന് മലപ്പുറം നിന്ന്, അന്ന് ഞങ്ങൾക്ക് മലപ്പുറം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ ദൂരെ ഒരു സ്ഥലമാണ്, അതൊരു റിമോട്ട് പ്ലേസ്, തവനൂരെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വന്ന് പഠിക്കാനായിട്ട് വിട്ടത് ഒരു വലിയ കാര്യം. പിന്നെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കാൻ അന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ പിന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് ഓപ്ഷൻ കൊടുക്കലല്ല. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം തന്നെ നമ്മൾ അതിൽ ടിക്ക് ചെയ്ത്, ആപ്ലിക്കേഷനിലുണ്ടാവും, ടിക്ക് ചെയ്ത് കൊടുക്കണം. അതിൽ ഒരു നമ്മളിപ്പം അന്ന് 150 രൂപ എങ്ങാണ്ടാണ് ഒരു ആപ്ലിക്കേഷൻ ഫോമിന്. അതിൽ വാങ്ങിക്കഴിഞ്ഞാൽ 3-4 ഓപ്ഷൻസ് കൊടുക്കാം. പിന്നെ ഓരോ അഡീഷണൽ ഓപ്ഷന് 25 രൂപ വെച്ചിട്ട് എക്സ്ട്രാ അടയ്ക്കുക. അങ്ങനെയാണ്. അപ്പം ഞാൻ അതിലുള്ളതിൽ കൊടുത്തിട്ട് പിന്നെ അഡീഷണൽ ആർക്കിടെക്ചറിന് മാത്രം ഒരു 25 രൂപ കൊടുത്ത് ഒരു എക്സ്ട്രാ വെച്ചത്. കാരണം അന്നും വരയ്ക്കാൻ ആർക്കിടെക്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നു, കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അപ്പം ഇത് കൊടുത്തതിൽ നമ്മൾ നോക്കിയപ്പോൾ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഒരു പുതിയ സ്ട്രീം, പിന്നെ കൃഷിയൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ച്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തത് എൻ്റെ കസിനാണ്, പുള്ളി അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹമാണ് അത് ഫില്ല് ചെയ്ത് തന്നപ്പോൾ എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് ചാർട്ട് ചെയ്ത് വരുന്നപ്പോൾ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് 3ാമതായിട്ട് വെച്ചു. അപ്പം പടച്ചോൻ്റെ കൃപ കൊണ്ട് അത് തന്നെ ആദ്യം കിട്ടി. ദൂരമായെങ്കിലും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് TKM കോളേജ് കൊല്ലത്ത് എൻ്റെ വീടിൻ്റെ അടുത്താണ് TKM കോളേജ്. അപ്പോൾ ഉമ്മാക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു TKM കോളേജിലേക്ക് വേറെ ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് മാറാം. പക്ഷെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലേ, പുതിയതല്ലേ, ജോലി സാധ്യത കൂടുതലുണ്ടാകും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിൽ വന്നതാണ്. വന്ന് പഠിച്ച് അതങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ മേഖലയിൽ തന്നെ ജോലി ചെയ്യാനും, പിന്നെ എൻ്റെ മാസ്റ്റേഴ്സൊക്കെ എടുക്കാനായിട്ട് എന്നെ സഹായിച്ചു എൻ്റെ ഹസ്ബൻഡ് ഈ ഫീൽഡിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് മാസ്റ്റേഴ്സ് എടുക്കണം എന്ന് നിർബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും വിദ്യാഭ്യാസപരമായിട്ട് ഭയങ്കര മുന്നോട്ട് നിൽക്കുന്നത്. അവരുടെ വീട്ടിലെല്ലാവരും, അവർ 9 മക്കളിൽ അവിടെ തന്നെ 7 പേരും BEdകാരും ടീച്ചേഴ്സും, അങ്ങനെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഭയങ്കര മുൻഗണന കൊടുക്കുന്നതാണ് ഉപ്പയും ഉമ്മയും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഫർദറായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് MTech പഠിപ്പിക്കാനും ഒന്നും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. മാമിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ഞാൻ നേടിയെന്ന് തോന്നിയ ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്ന് കണക്കാക്കുന്നത് എന്ന് പറയണ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിലൊന്ന് പ്രധാനപ്പെട്ട നമ്മളുടെ ഓർക്കാപ്പുറത്തൊരു ദിവസം ഒരു കോൺഫറൻസിന് നമ്മൾ പോകുന്നു, പേപ്പർ എല്ലാവരെയും പോലെ പേപ്പർ അയക്കുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മാർച്ച് 15 രാവിലെ എൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേയുടെ ദിവസം കൂടെ. അപ്പോൾ രാവിലെ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അവാർഡുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്രസിഡൻ്റാണ് അവാർഡ് തരുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ ആ ഒരു മൊമെൻ്റ് നമ്മൾ സ്റ്റേജിൽ കയറി അവിടെ നിന്ന് അത് മേടിക്കുമ്പോൾ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്കത് പറയുമ്പോൾ ഒരു കോരിത്തെരിപ്പാണ്. അപ്പോൾ അത് മറ്റേ സിനിമയിൽ ഹവൾഡാറിയിൽ മഞ്ജു വാര്യർ തലയിറങ്ങി, അത് കണ്ടപ്പോൾ എല്ലാവരും കളിയാക്കി, സജിനെ ഇതുപോലെ തലയിറങ്ങി വീണമെന്ന് വെച്ച്. തലയിറങ്ങി വീണില്ല, നമുക്ക് ഭയങ്കര സന്തോഷവും കണ്ണൊക്കെ നിറഞ്ഞു ആ ഒരവസ്ഥ. അതൊരു വലിയ അച്ചീവ്മെൻറ്റ്. പിന്നെ ഈ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കിട്ടി ഇവിടെ പഠിക്കാൻ വന്നതും എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവാ. കാര്യം ആ കോളേജിൽ നിന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ലൈഫ് പാർട്ട്ണറെ കിട്ടിയത്. ആ കോളേജ് തന്നെയാണ് ഇപ്പം എൻ്റെ ഉപജീവന മാർഗം, എനിക്ക് ജീവിതം തന്നത്. ഈ സ്ഥലം, ഈ ജില്ലയിലെ ഒരു നാട്ടുകാരിയായി മാറി ഞാൻ. കൊല്ലം ജില്ലയിൽ ജനിച്ച് ഞാൻ, എൻ്റെ മക്കളെപ്പോഴും ചോദിക്കും കൊല്ലം ജില്ലയിൽ ജനിച്ച് അത്രയും വലിയൊരു സ്ഥലത്ത് ജനിച്ച് ഉമ്മ എങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ എങ്ങനെ. എനിക്കിപ്പോൾ ഇവിടെ ഇഷ്ടം, എൻ്റെ നാട് ഇതാണ്, ഇവിടുത്തെ നാട്ടുകാരാണ്. ഇപ്പം എൻ്റെ ഇലക്ഷൻ ID ഇവിടാണ്, റേഷൻ കാർഡ് ഇവിടാണ്, എൻ്റെ വീട് ഇവിടാണ്, എൻ്റെ എല്ലാം ഇപ്പം മലപ്പുറം ഇവിടാണ്. അതൊക്കെ ഒരു വലിയ ടേണിംഗ് പോയിന്റും ഒരു എന്താ പറയുക നല്ലതുമാണ്. മിസ്സിനൊരു വലിയ ജേർണി തന്നെ ഉണ്ട്. കുറേ നമുക്ക് അറിയാനും പഠിക്കാനും ഉള്ള ഒരു ലൈഫ് തന്നെയാണ് മിസ്സിൻ്റെത്.
അപ്പോൾ ഇതിന്റെ ഇടയിൽ മിസ്സിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. മിസ് പറഞ്ഞ പോലെ മക്കളുടെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴും മിസ്സിന്റെ ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ നമുക്ക്. അത് നഷ്ടപ്പെടാതിരിക്കാൻ മിസ് എന്താണ് ചെയ്തിരുന്നത്? പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കാര്യം എൻ്റെ മൂത്ത മോളുടെ ഡെലിവറി എന്ന് പറയുന്നത് തന്നെ ഞാൻ എംടെക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ മോളുടെ എന്താ പറയുക, ഡെലിവറിയുടെ ടൈമിന് മുമ്പേ എക്സാം വന്നു. എക്സാം അന്ന് ഇരുന്ന് എക്സാം എഴുതാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അവർ നിന്ന് എഴുതാനുള്ള സൗകര്യം തന്നു. ഡ്രോയിങ് ഹാളിലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന രാത്രി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് എനിക്കൊരു വയ്യായ്ക വന്നിട്ട് ഞങ്ങൾ പോകണ്ട, നാളെ രാവിലെ പോകാമെന്ന് വിചാരിക്കുകയും രാത്രി എനിക്ക് ഫ്ലൂയിഡ് പോയി പെയിൻ ആയി ഹോസ്പിറ്റലിൽ പോയി ഞാൻ മോളെ ഇവിടെ തന്നെ പ്രസവിച്ചിട്ട് 5ൻ്റെ അന്ന് മോളെയും കൊണ്ട് ഞാൻ നാട്ടിലോട്ട് ട്രെയിനിൽ പോവാണ്. അതൊക്കെ ഒരു ഇതിൻ്റെ ഒരു പാർട്ടാണ്. പിന്നെ ഞാനും ഹസ്ബൻഡും ഒരേ ഫീൽഡിൽ ഒരേ കോളേജിൽ തന്നെ നിന്ന് പൊളിറ്റിക്സ് ഒക്കെ എല്ലായിടും ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ KVKയിൽ ഞാൻ 15 വർഷത്തോളം വർക്ക് ചെയ്ത് അവിടുത്തെ എൻ്റെ സീനിയർ സാർ റിട്ടയർ ചെയ്തപ്പം നാച്ചുറലി സീനിയോറിറ്റി അനുസരിച്ച് അടുത്ത ഒരു അതിൻ്റെ ഹെഡ്ഷിപ്പ് കിട്ടേണ്ട വ്യക്തി ഞാനായിരുന്നു. അപ്പോൾ അത് നമുക്ക് വെറും പൊളിറ്റിക്സിൻ്റെ പേരിൽ എൻ്റെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് എന്നെക്കാളും 6 വർഷം ജൂനിയറായ ആൾക്ക് അത് കൊടുത്തു. അപ്പം അങ്ങനത്തെ ഒത്തിരി പ്രതിസന്ധി. പക്ഷെ അപ്പോഴൊക്കെ ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ്. ഞാൻ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക, ഫിസിക്കലി കാണുമ്പോൾ ഒത്തിരി ഇങ്ങനെ മഫ്തെ അങ്ങനെല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇതല്ലെങ്കിലും ഞാൻ പടച്ചോനിൽ നല്ല ഉറച്ചു വിശ്വസിക്കും. കാര്യം നമുക്ക് സംഭവിക്കുന്നതെല്ലാം നമുക്ക് വരാനുള്ളതാണെങ്കിൽ നമുക്ക് വരും. പടച്ചോൻ വെക്കുന്നത് നമുക്ക് വന്നിരിക്കും. അത് നല്ലതായാലും ചീത്തയായാലും. അപ്പം നമുക്കുള്ളത് നമുക്ക് തന്നെ വരും. നമുക്കല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. അപ്പം അതിൽ തെറ്റിപ്പോവുകയാണെങ്കിൽ അതിലെന്തോ ഒന്ന് നമുക്കതിൽ ദോഷമായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൽ എക്സൽ ചെയ്യാൻ പറ്റാതെ മോശമായിട്ട് ഇറങ്ങേണ്ടി വന്നാൽ അത് നമ്മുടെ ജീവിതത്തിലൊരു തിരിച്ചടിയാവും. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പം അത് എന്നിൽ നിന്ന് തെറ്റിപ്പോയത്. അപ്പം നമുക്ക് വരാനുള്ളത് നമുക്ക് തന്നെ വരാൻ. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് എപ്പോഴും പറയാം, ഹസ്ബൻഡ് അങ്ങനെ ചെറിയ കാര്യത്തിന് ചിലപ്പം അയ്യോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയാം കുഴപ്പമില്ല, നമുക്കത് നല്ലത് തന്നെ വരുള്ളൂ, അത് നല്ലതായിരിക്കും എന്ന് അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നമുക്ക് നേരിടാൻ പറ്റും. അതൊരു നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പോഴത്തെ ജനറേഷനോടും എനിക്ക് പറയാനുള്ളത് അതാണ്. പിന്നെ നമ്മൾ ഷെയർ ചെയ്യുക, പറ്റുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നാളെ നല്ലതായിരിക്കും എന്നങ്ങ് ഉറച്ച് വിശ്വസിച്ചാൽ പേടിയും ടെൻഷനൊക്കെ എല്ലാവർക്കും വരും, എനിക്കും വരും. പക്ഷെ നമ്മൾ അടുത്ത നിമിഷം അതിനൊന്ന് മാറി ചിന്തിക്കുക. പിന്നെ നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരെയും അവസ്ഥയിലും അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഒന്ന് ചിന്തിക്കാൻ നോക്കിയാൽ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് നമ്മളോട് അങ്ങനെ കാണിച്ചു, അപ്പം അവർക്ക് അവരുടേതായ റീസൺ കാണും. ഇപ്പം എൻ്റെ റൈറ്റ് ഹാൻഡ് അല്ല മോളുടെ റൈറ്റ് ഹാൻഡ് അല്ലേ, നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പം എൻ്റെ ശരിയായിരിക്കണം എന്നില്ല മോളുടെ ശരി. അപ്പം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്രൈസിസും എന്താ പറയുക നേരിടാനായിട്ടുള്ളൊരു മനഃശക്തി കിട്ടും, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കിട്ടും. വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു മിസ്സിനുള്ള ഒരു അനുഭവം ശരി. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അന്ന് ട്രെയിനിങ്ങിന് വിളിച്ചപ്പോൾ വന്ന 13 സ്ത്രീകളെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ട്രെയിനിങ്ങിന് വന്നവരാണ്. നമ്മൾ ട്രെയിനിങ്ങിന് KVKയിൽ വിളിക്കുമ്പോൾ ചില ട്രെയിനികൾക്ക് TAD ഉണ്ടാവും, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാവും. പിന്നെ അവർക്ക് വീട്ടിൽ നിന്നൊന്ന് നിൽക്കാൻ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നാണ്. പക്ഷെ അവരെ പിന്നെ നമുക്ക് ജോലിയൊക്കെ കിട്ടി അതിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് സ്ഥിരം വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ അവർ അതിനകത്തോട്ട് വരികയും അവർക്ക് അതുവഴി ജീവിത നിലവാരത്തിലുള്ള ഉയർച്ച ഉണ്ടാവുകയും അതിൽ പലരും ഇപ്പോഴും KVKയിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ തന്നെ വെച്ചുകൊണ്ട് KVKയിലെ വിത്തുൽപാദനവും മറ്റ് ബയോ കൺട്രോൾ ഏജൻസിൻ്റെ ഉൽപാദനവും ഒക്കെ അവരെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും ഒരു ഏൺ ചെയ്യുകയും അതിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയരാനും ഒക്കെ സാധിക്കുമ്പം അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ സ്ത്രീ ശാക്തീകരണം അന്നത്തെ പോലെ അത്രയല്ല. ഇപ്പം എല്ലാവരും എന്താ പറയുക ആ ഒരു ലെവൽ എംപവർമെൻറ്റിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീകൾ ആരും ഇപ്പം വെറുതെ ഇരിക്കുന്നില്ല, എല്ലാവരും തന്നെ മുന്നോട്ട് വന്ന് കാലഘട്ടം മാറി. നമ്മളുടെ തുടക്ക കാലഘട്ടം എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പം ആ കാലഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ ആരെയും അങ്ങോട്ട് പോയിട്ട് എംപവർ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവരും സ്വയം പിന്നെ ഇപ്പം ഞങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കാര്യത്തോടു കൂടി തന്നെ സ്ത്രീകളെല്ലാം ഞങ്ങൾ വീട്ടിൽ ഇരിക്കാൻ മാത്രമുള്ളവരല്ല എന്നുള്ളൊരു ചിന്തയൊക്കെ സ്ത്രീകൾക്ക് വന്നിട്ടുണ്ട്.
എല്ലാവരും തന്നെ ആ മേഖലയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് പഠിച്ചു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളെ നോക്കണം, അല്ലെങ്കിൽ മടിച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്ന കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളങ്ങ് വളരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അവർ ഇൻഡിപെൻഡൻ്റ് ആവും. അപ്പോൾ അവരെ പറക്കാൻ വിടുക. അവരെ പിടിച്ചു വെക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ അവർ പറന്നു പോകുമ്പോൾ നമ്മളിവിടെ ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ അന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവരുത്. ആ ഒരവസ്ഥ ഉണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. ചിങ്ങം 1 കർഷക ദിനാചരണത്തോട് അനുബന്ധിച്ച് വുമൺ സെല്ലിന്റെയും ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെയും ടീം നടന്ന ഒരു ഇന്റർവ്യൂ സെഷൻ, ഇതുമായി ഞങ്ങൾ സഹകരിച്ച സജന മാമിനും പിന്നെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള വുമൺ സെല്ലിന്റെ കോർഡിനേറ്റർ മൂസ്ന മാം, എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.